കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ കിണറിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകം. മംഗളൂരു മുൽക്കി സ്വദേശി മുഹമ്മദ് ഷെരീഫിനെയാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തലയിലും കൈയിലും വെട്ടേറ്റ പാടുകൾ കണ്ടെത്തിയതോടെയാണ് കൊലപാതകമാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ 3 പേരാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മംഗളൂരിൽ നിന്ന് ഓട്ടോ വാടകയ്ക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. രാത്രി 11:30 മണിക്ക് കണ്ട ആളുണ്ട്. അതിൽ പിന്നെ 1 മണിക്ക് ഫോണാക്കി എൻ്റെ ഭാര്യ. ഫോണാക്കുമ്പോഴത്തെ സ്വിച്ച് ഓഫ് വന്നു. അതിൽ പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് മൊബൈൽ. പാട് ഇപ്പോൾ ഒരു പോലീസുകാർ പറഞ്ഞു നമ്മൾ അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതാക്കി മുഹമ്മദ് ഷരീഫ് മുൽക്കി കോൾനാട് എല്ലാവർക്കും വേണ്ട ആളായ KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. ബൈജു, ഒരു മംഗളൂരു സ്വദേശിയുടെ മൃതദേഹമാണ് കാസർഗോഡ് മഞ്ചേശ്വരത്തെ കിണറ്റിൽ കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണെന്ന് പോലീസിന് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. പ്രതികളാരെന്ന സൂചന ലഭ്യമായിട്ടുണ്ടോ? എന്തായിരിക്കാം കൊലപ്പെടുത്താനുള്ള കാരണം? ടോമെ, നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മംഗളൂരുവിൽ നിന്ന് 3 പേർ ഇത്തരത്തിൽ ഈ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് കാസർഗോഡ്, അതായത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ കുഞ്ചത്തൂർ എന്ന് പറയുന്നത്, തൊട്ടടുത്താണ്, ചെക്ക് പോസ്റ്റിനടുത്താണ്. ആ സ്ഥലത്തേക്ക് വാടകയ്ക്ക് വിളിച്ച ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ഇവരുടെ സഹപ്രവർത്തകരായ ഓട്ടോ ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ 3 പേർ ഈ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചു എന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. ഏതായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതൊരു ചൂതാട്ട കേന്ദ്രമാണ്. ഈ മുഹമ്മദ് ഷെരീഫ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഈ സ്ഥലം വലിയ തോതിൽ ചൂതാട്ടം നടക്കുന്ന ഒരു അതിർത്തിയിലെ പ്രദേശമാണ്. ഈ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഓട്ടോ വാടകയ്ക്ക് വിളിക്കുന്നതും 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കൊലപാതകം, ഒരാളുടെ മൃതദേഹം ഇത്തരത്തിൽ ഒരു പൊട്ടക്കിണറ്റിനകത്ത് ഉണ്ട് എന്ന വിവരം അറിയുന്നത്. ഇയാളുടെ ഓട്ടോറിക്ഷ ചെരിഞ്ഞ നിലയിൽ ഈ കിണറിന് സമീപത്തുണ്ടായിരുന്നു. സംശയം തോന്നുന്ന നാട്ടുകാർ പിന്നീട് തെരഞ്ഞപ്പോഴാണ് ഈ കിണറ്റിനകത്ത് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അപ്പോഴേക്കും തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും വലിയ തോതിൽ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഇത് കൊലപാതകം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്നാലും വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ അതിർത്തി പ്രദേശത്ത്. ഇവിടെ മയക്കുമരുന്ന് സംഘങ്ങൾ, അതുപോലെ തന്നെ മണൽ മാഫിയ തുടങ്ങി നിരവധി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സംഘങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. ഈ വലിയൊരു ചൂതാട്ട കേന്ദ്രം കൂടി ഇവിടെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഒരു പക്ഷേ ഈ വാടകയ്ക്ക് ഇവിടത്തേക്ക് ഇവർ എത്തുകയും അവിടെ നിന്നും കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിൽ തള്ളിയതാകാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. എന്തായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് മംഗളൂരു ഭാഗത്തുള്ള CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിർത്തിയിൽ തലപ്പാടി ചെക്ക് പോസ്റ്റിൽ ടോൾ പ്ലാസയിലുള്ള ആ ഒരു ക്യാമറയും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചൂതാട്ട സംഘങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ ചൂതാട്ട കേന്ദ്രത്തിലെത്തിയ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയതാകാമെന്നൊരു നിഗമനമുണ്ട്. ബൈജു, ഇത് ഈ ചൂതാട്ട കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വാടകയ്ക്ക് ഇത്തരത്തിൽ ഇവിടത്തേക്ക് എത്തിക്കുകയും വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അങ്ങനെയാകാം, ഒരു പക്ഷേ അങ്ങനെയാകാം. അതല്ല ഈ ചൂതാട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കം ഉണ്ടായോ, ഇതൊക്കെ പോലീസ് അന്വേഷണത്തിൽ പരിധിയിലുണ്ട്. ഏതായാലും ഇയാൾ 10 മണിയോടുകൂടി ഓട്ടം നിർത്തി വീട്ടിലേക്ക് പോകുന്ന ഒരാളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഇത്തരത്തിൽ ഒരു വാടക വന്നപ്പോൾ കാസർഗോഡ് കുഞ്ചത്തൂരേക്ക് ഈ വാടക വരികയും പിന്നീട് തിരിച്ച് കാണാത്തതിനെ തുടർന്ന്, വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭാര്യ
രാവിലെയാണ് മുൽക്കി, അതായത് കർണാടക പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകുന്നത് കാണാനില്ല എന്ന് പറഞ്ഞ്. തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഈ കാസർകോട്ട് ഈ കിണറ്റിനകത്ത് ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയവരും അറിയായിരുന്നു. പിന്നീട് ബന്ധുക്കളൊക്കെ ഇവിടെ എത്തി. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത് മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണെന്ന ഒരു സ്ഥിരീകരണം ഉണ്ടായത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഈ കൊലപാതകത്തിന് കാരണം എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല. ഒരു പക്ഷേ വാടകയെ ചൊല്ലിയുള്ള തർക്കമാകാം, അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷണത്തിലുണ്ട്. എന്തായാലും ഇത് 3 പേരെ ഈ കണ്ടെത്താനുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായി ഈ കൊലപാതകത്തിലേക്ക് ചുരുളഴിയും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവരെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ പോലീസിന് ഇവരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ പ്രദേശത്തുള്ളവർ, അതായത് കുഞ്ചത്തൂർ ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇനി വരാനുണ്ട്. തലക്കേറ്റ ആഴത്തിലുള്ള വെട്ടാണ് മരണകാരണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ കിണറിനകത്ത് ഇത്തരത്തിൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഓട്ടോ ചെരിഞ്ഞ നിലയിൽ ഈ കിണറിന് സമീപത്ത് കണ്ട സംശയത്തെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് വിവരം പോലീസിനെ അറിയിക്കുന്നതെന്നും പിന്നീട് തെരച്ചിൽ നടത്തുമ്പോഴാണ് ഈ കിണറ്റിനകത്ത്, ഈ പൊട്ടക്കിണറിനകത്ത് ഇത്തരത്തിൽ മുഹമ്മദ് ഷെരീഫിനെ കണ്ടെത്തുന്നതും. എന്തായാലും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെയൊക്കെ വലിയ തോതിൽ കൊലപാതകങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രദേശമാണ്. തട്ടിക്കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി മറക്കാൻ ചേർന്ന പ്രദേശമാണ്. ബൈജു, ഈ പതിവായി ഈ ഓട്ടോ ഡ്രൈവർ, കൊല്ലപ്പെട്ട ഈ ഓട്ടോ ഡ്രൈവറും ഈ സംഘങ്ങളൊക്കെ സ്ഥിരമായി ഇവിടെ എത്തുന്നതാണോ? ഈ ചൂതാട്ട കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു തലത്തിലേക്കാണല്ലോ അന്വേഷണം നീങ്ങുന്നത്. ഇതാരാണ് ഇവിടെ ചൂതാട്ട കേന്ദ്രം നടത്തുന്നത്? അത് നിയമവിരുദ്ധമായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഒന്നും അതിനെതിരെ ഇതുവരെയും നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നത്? ടോമെ, നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ ചൂതാട്ട കേന്ദ്രവുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഒരു ഓട്ടോ വാടകയ്ക്ക് വിളിക്കുന്നു. ഇവർ 3 പേർ കൂടി മംഗളൂരിൽ നിന്നും വാടകയ്ക്ക് വിളിക്കുന്നു. അവിടെ നിന്നും ഇവരെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്. സ്ഥിരമായി ഇയാൾ ഇവിടെ എത്തുന്നത് സംബന്ധിച്ച് പോലീസിന് വലിയ വ്യക്തതയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഇത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പോലീസ് എത്തും, അല്ലെങ്കിൽ തങ്ങളെ ഈ ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തുമെന്നറിഞ്ഞാൽ ഇവർ തൊട്ട് അടുത്ത് കർണാടകയിലേക്ക് മാറുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ തോതിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇവിടെയുണ്ട്. പതിവായി വലിയ തോതിൽ പുറത്തു നിന്നൊക്കെ ആളുകൾ ഈ ചൂതാട്ട കേന്ദ്രത്തിൽ എത്താറുണ്ടെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പക്ഷേ ആ ഒരു നിയമപ്രശ്നം, അത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പോലീസ് എത്തുന്നത് കൃത്യമായി മണത്തറിഞ്ഞ് ഇവർ കർണാടകയിലെ ഭാഗത്തേക്ക് രക്ഷപ്പെടുകയാണ് പതിവ്. അതുകൊണ്ട് ഇവരെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ തോതിൽ ചൂതാട്ടം നടക്കുന്ന ഒരു പ്രദേശമാണ്. അത് പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ അത്തരത്തിൽ വലിയ തോതിൽ ചൂതാട്ട കേന്ദ്രം തന്നെയാണിത്. ഒപ്പം ഈ മണൽ മാഫിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്ന് പോലീസ് പറയുന്നത്. ഈ അതിർത്തി പ്രധാനമായും പോലീസ് നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇവർ ഈ കർണാടകയിലേക്ക് പെട്ടെന്ന് ഇവർക്ക് കടക്കാൻ സാധിക്കും. അത്തരത്തിൽ ഏതെങ്കിലും തരം നിയമം ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇത് തടയാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇയാൾക്ക്, കൊല്ലപ്പെട്ട മുഹമ്മദ് ഷെരീഫിന് ഏതെങ്കിലും തരത്തിൽ ചൂതാട്ട കേന്ദ്രവുമായി പതിവായി എത്തുകയോ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം കൃത്യമായി 10 മണിക്ക് വീട്ടിലെത്താറുണ്ട്. ഓട്ടം മതിയാക്കി. ഈ മംഗളൂരുവിലൊക്കെ വലിയ പ്രിയപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ എന്ന് പറയുന്നത്. മംഗളൂരുവിലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഓട്ടോ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകികളെ ഉടൻ പിടികൂട്ടുമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ്, മുഹമ്മദ് ഷെരീഫിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭാര്യ മുൽക്കി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഈ മൃതദേഹം കണ്ടെത്തുന്നൊക്കെ സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി മൃതദേഹം കണ്ടെത്തുന്നു. ഇന്ന് രാവിലെ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുക്കുന്നു. അപ്പോഴാണ് വലിയ തോതിൽ വെട്ടേറ്റ പാടുകളൊക്കെ കണ്ടെത്തുന്നത്. തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും ആഴത്തിലുള്ള വെട്ടേറ്റിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് CCTV ക്യാമറകൾ അത് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നത്തോടുകൂടി തന്നെ ഇവരെ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവരെ പിടികൂടിയാൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. കേട്ടോ, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലെറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ട്. മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചൂതാട്ട സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്.